ഓൺലി ഫോർ വുമൺ, സ്ത്രീകൾക്ക് വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോയിൽ പലതിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സൊസൈറ്റി ഒരു അടിമയാക്കാൻ ശ്രമിക്കും. ശരിക്കും നമ്മളെ ഒരു അടിമ ചെങ്ങലയിട്ട് നിർത്തിയിരിക്കുമല്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം തരത്തില്ല. അങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, സ്കൂളുകളിൽ ഈ അച്ചടക്കം പഠിപ്പിക്കുക ചെയ്യുന്നത് നമ്മളെ. അങ്ങനെ അച്ചടക്കം പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഇരിക്കുന്ന കാര്യം പറഞ്ഞാൽ, ഇപ്പൊ സ്ത്രീകള് കാലടുപ്പിച്ചിരിക്കണം എന്ന് പറയും. അങ്ങനെ അവരെ ട്രെയിൻ ചെയ്യും, അല്ലെ അവരെ വഴക്കുകയോ കളിയാക്കുകയോ ചെയ്യും. ഇതൊക്കെ സ്കൂൾ തൊട്ട് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ കാര്യം എന്ന് വെച്ചാല്, ആൺകുട്ടികൾ അങ്ങനെയല്ല, ചിലപ്പോൾ കാല് പൊക്കിയിരിക്കാം, അവർക്ക് ചെയ്യാം, പക്ഷെ പെൺകുട്ടികളെ സമ്മതിക്കത്തില്ല. അപ്പം ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഈ ഗുരു അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന സാറ് ഇവരുടെ വീട്ടിലും ഇതുപോലെയാണ് അവരുടെ കാരണവന്മാരും അവരുടെ മുത്തച്ഛന്മാർ തൊട്ട് എല്ലാവരും ഇങ്ങനെ ട്രെയിൻഡ് ആണ്. ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എല്ലാവരെയും. അതുപോലെ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവർ പേര് മാറ്റുന്നു. അച്ഛന്റെ പേരിന് സ്ഥലത്ത് ഭർത്താവിന്റെ പേര് ഇടുന്നു. അതിനേക്കാളും പ്രശ്നമാണ് സ്വന്തം പേര് തന്നെ മാറ്റിക്കളയും. അപ്പൊ ആ ഐഡന്റിറ്റി എവിടെ നിന്ന് മാറുക. ഞാൻ പേര് മാറ്റുന്നതിനകത്തൊരു പ്രശ്നമായിട്ടല്ല പറയുന്നത്, പക്ഷെ ഇതിന്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അതുപോലെ ഇപ്പൊ നമ്മള് സക്സസ് ആയി നിൽക്കുന്ന ആൾക്കാരെ എടുക്കുക, ഈ സ്ത്രീകളെ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഐശ്വര്യ റായ്, അല്ലെങ്കിൽ ശ്രീദേവി, സിനിമ നടി ശ്രീദേവി, അല്ലെങ്കിൽ അങ്ങനത്തെ പൊളിറ്റീഷ്യൻസ്, അല്ലെങ്കിൽ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെ എടുക്കുക, സ്ത്രീകളെ. അവരവരുടെ പേര് അങ്ങനെ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ അവരെ കെട്ടിച്ചു വിടുക എന്നല്ല ആരും പറയുന്നത്. ഇപ്പൊ ഐശ്വര്യയെ കെട്ടിച്ചു വിട്ടെന്ന് പറയുന്നില്ല, ശ്രീദേവിയെ കെട്ടിച്ചു വിട്ടെന്ന് ആരും പറയുന്നില്ല. അവർ കല്യാണം കഴിക്കൂ എന്നാണ് പറയുന്നത്, അല്ല നയൻതാരയെ കെട്ടിച്ചു വിട്ടെന്നല്ല പറയുന്നത്. അവർ കല്യാണം കഴിച്ചു എന്നാ പറയുന്നുള്ളൂ. അപ്പം അതിന്റെ കാരണം എന്ന് വെച്ചാല്, അവർക്ക് സൊസൈറ്റിയിൽ അവർക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ അവർ ക്രിയേറ്റ് ചെയ്തു അവരുടെ സ്കില്ല് കൊണ്ട്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ട്, അവർക്ക് ഇൻകം ഉണ്ട്. അപ്പൊ അവരുടെ പേരും മാറുന്നില്ല, അവരുടെ പേരിന്റെ പുറകിൽ ഭർത്താവിന്റെ പേര് വരുന്നില്ല. ആ പേരിനൊരു വാല്യൂ ഉണ്ട്, അവർക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, ഒരു ബ്രാൻഡായി അവർ മാറി. അപ്പൊ നിങ്ങൾ ഒരു ബ്രാൻഡായി മാറിയില്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ പുറകിൽ വേറെ പേര് വരും, നിങ്ങളുടെ പേര് തന്നെ മാറ്റാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ അവയർനെസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ എത്രമാത്രം നിങ്ങൾ അവെയർ ആണോ, ബോധവതിയാണോ, അങ്ങനെ നിങ്ങൾ ബോധവതിയായ ഒരാളായി മാറുക, കോൺഷ്യസ് ലെവലിൽ ഷിഫ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഷിഫ്റ്റ് ഉണ്ടായ ഒരാൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ രീതിയിലുള്ള ആളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കത്തുള്ളൂ. അതേസമയം നിങ്ങൾ അബോധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അബോധത്തിലുള്ള ആളെയായിരിക്കും. അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ സെലക്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ, നല്ലൊരു പാർട്ണറെ സെലക്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ മൈൻഡ് പവർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ റീഡ് ചെയ്യുക, പേഴ്സണൽ ഡെവലപ്മെന്റ് ബുക്സ് റീഡ് ചെയ്യുക, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു മാറ്റം വരും. ആ മാറ്റം വന്നു കഴിയുമ്പോഴത്തേക്കേ ഉള്ളൂ നിങ്ങൾക്ക് ആ മാറിയ വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലാണ് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ആരെ സെലക്ട് ചെയ്യണമെന്ന് പോലും, തെറ്റായ സെലക്ഷനിലേക്ക് ചെല്ലുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മളാണ് മാറേണ്ടത്. ലോകത്തെ മാറ്റാൻ പറ്റത്തില്ല, നമ്മളാണ് മാറേണ്ടത്, നമ്മളാണ് ചേഞ്ച് ആകേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ എൻ്റെ യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്, പേഴ്സണാലിറ്റി മാറാൻ വേണ്ടിയുള്ളതും, അല്ലെങ്കിൽ നമ്മളുടെ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്ന് വേണ്ടിയുള്ളതും, നമ്മുടെ കോൺഷ്യസ്നെസ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും. അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മാറ്റം വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സെലക്ഷനും ആ രീതിയിലുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ കെട്ടിച്ചു വിടുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ കല്യാണം കഴിഞ്ഞ ശേഷം, കല്യാണം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയമാണ്. അവിടെ ലാസ്റ്റ് കരയുന്നതിന്റെ കാര്യം എങ്ങോട്ടോ വിടുന്ന പോലെയാണ് വരുന്നത്, അവിടെ നഷ്ടപ്പെടുന്നത് പോലെയാണ് വരുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, കല്യാണം കഴിഞ്ഞ ശേഷം ആ പിരിയാൻ നേരത്ത് കരയുന്നതൊക്കെ. അതേസമയം വെസ്റ്റേൺ രാജ്യങ്ങളിലൊന്നും അവരൊന്നും കരയുന്നില്ല. കാര്യം അവരങ്ങനെയല്ല കാണുന്നത്.
അവരൊരു പാർട്ണറെ തിരഞ്ഞെടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് അച്ഛനും അമ്മയും വന്നിട്ട് എല്ലാവരും കൂടെ പിരിയുന്നേ ഉള്ളൂ. ഒരു കുടുംബമായി മാറുന്നു, ഒരു യൂണിറ്റായി മാറുന്നു, അത്രേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, എന്തോ മരിച്ചു പോയ പോലെയൊക്കെയാണ് കാണുന്നത്. അപ്പം നമ്മളുടെ അവയർനെസ് കൂടിക്കൂടി വരിക, വാല്യൂ കൂടിക്കൂടി വരിക. പണ്ട് എൻ്റെ ഗ്രാൻഡ് മദറിന്റെ കാലത്ത് കല്യാണം കഴിക്കുമ്പോഴത്തേക്കും അന്നത്തെ ദിവസമാണ് വരനെ കാണുന്നത്, അതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ ഒരിക്കലും കാണാത്ത ഒരാളെ കല്യാണം കഴിക്കുകയാണ്. അതിനു മുമ്പ് സതി പോലെയുള്ള ഉള്ള സമയത്ത് ഭർത്താവ് മരിക്കുമ്പോൾ ആ ചെതയിലേക്ക് എടുത്ത് ചാടുക, അല്ലെങ്കിൽ തള്ളിയിടുക ചെയ്യുന്നത്. അപ്പൊ വാല്യൂവിന് അത് മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഇനി മുന്നോട്ടൊരു 100 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വാല്യൂ മാറുക. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ വാല്യൂ മാറുന്നത്. നമ്മൾ തീരുമാനം എടുക്കുന്ന അനുസരിച്ചാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആധുനിക സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് ഇന്നെല്ലാം അറിയാം. അതനുസരിച്ച് നമ്മളിൽ മാറ്റം വരണം. അപ്പൊ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം തയ്യാറായി വന്നാൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനും അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഇതിനെല്ലാം വേണ്ടത് സെൽഫ് അവയർനെസ് ആണ് വേണ്ടത്, അവബോധമാണ് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഉള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള റീഡിങ് ഹാബിറ്റ് തുടങ്ങുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഒരു ശക്തരായ ആൾക്കാരായി മാറാൻ സാധിക്കും. അപ്പൊ പിന്നെ നിങ്ങളെ ആരും കെട്ടിച്ചു വിടുന്ന പരിപാടി ഇല്ല. പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അമല പോള് ഒരാളെ കല്യാണം കഴിക്കുന്ന ഒരു തമിഴനെ ആദ്യം കല്യാണം കഴിച്ചു. അപ്പൊ അതിനകത്ത് പല ആൾക്കാരും ആ ഇന്റർവ്യൂവിന് ആ ഒരു ടി വി ഫംഗ്ഷനാണ്, അതിനകത്ത് പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് തമിഴനെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു വിഷമം പോലെയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആകും. നിങ്ങൾക്കൊരു വാല്യൂ വന്നു കഴിയുമ്പോഴേ ഉള്ളൂ അങ്ങനെയൊക്കെ വരത്തുള്ളൂ. മലയാളിയെ കല്യാണം കഴിക്കാൻ എന്താന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് സ്വയം വാല്യൂ വരികയും നമുക്കൊരു സ്കിൽ ഉണ്ടാവുകയും നമുക്ക് സ്വന്തമായിട്ട് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യുമ്പം എല്ലാം മാറും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് മാറ്റി നമ്മളെ വേറെ ഒരിടത്ത് ചെന്ന് നമ്മൾ ഒരു അടിമ പോലെ ആവുക. ആ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചനം നേടാൻ സാധിക്കണം. അതിന് വേറെ ആരെയും നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ സ്വയം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുക ചെയ്യുന്നത്. വേറെ ആരും നമ്മളെ രക്ഷിക്കത്തില്ല. നമ്മൾ തന്നെ നമ്മളുടെ ആ ബോധമണ്ഡലം വികസിച്ച് നമ്മളുടെ അവയർനെസ് കൂട്ടി നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക എന്നേ ഉള്ളൂ. ഇതിന് ആരുടെയും ഫോൾട്ട് അല്ല ഇത്. നമുക്കത് പറ്റാത്തത് കൊണ്ട് നമ്മൾ അടിമയായി പോകുന്ന പോലെയാണ്. ഓക്കെ.